സ്റ്റോറി മന്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്നലെയോ ഇന്നോ ഭാഗം 11. സുദീപിന് ഭാഗ്യത്തിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അയാൾ വെറുതെ മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഹലോ പ്രദീപ്, നീ ഇപ്പോൾ എവിടെ നിന്നാ സംസാരിക്കുന്നേ? ലൂർദ് ഹോസ്പിറ്റലിൽ നിന്നോ? കൂടെ ആരുണ്ട്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പെട്ടെന്ന് ഹാളിലെ ലൈറ്റ് തെളിഞ്ഞു. സുദീപ് തല തിരിച്ചു നോക്കി. ലൈറ്റ് ഇട്ടിട്ട് ജയസുധ നിൽക്കുന്നു. ലൈറ്റ് പോലും ഇടാതെ ആരോടാ സുദീപേട്ട സംസാരിക്കുന്നേ? അവൾ ചോദിച്ചു. മിണ്ടരുതെന്ന് അയാൾ കൈയെടുത്ത് ആംഗ്യം കാട്ടി. സീരിയസ് ഒന്നുമല്ലല്ലോ? ഹെഡ് ഇഞ്ചുറി ഉണ്ടോ? ഞാൻ വരാം, പ്രശ്നമൊന്നുമില്ല, നീ പേടിക്കാതെ, ഒന്നും സംഭവിക്കില്ലെന്നേ. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലേ, ഇനി അവർ നോക്കിക്കോളൂ, ഞാനിതാ വരുന്നു. കോള് കട്ടെന്ന് ചെയ്യുന്ന മട്ട് അഭിനയിച്ചിട്ട് അയാൾ ജയസുധയെ അഭിമുഖീകരിച്ചു. അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ആരോടാ സംസാരിച്ചേ? എന്റെ ഫ്രണ്ട് പ്രദീപ്. അവനും കൂട്ടുകാരൻ ഫൈസലും കൂടി എറണാകുളത്ത് പോയിട്ട് വരുമ്പോ ബൈക്ക് ആക്സിഡന്റ് ആയി. ഫൈസലിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാനൊന്ന് പോയിട്ട് വരാം ചെയ്യേ. അത്യാവശ്യമാണോ? അവൾ ചോദിച്ചു. ഫൈസലിന് ഇത്തിരി സീരിയസ് ആണ്. അവിടെ ഇപ്പോൾ പ്രദീപ് മാത്രമേയുള്ളൂ. അവന് വലിയ പരിക്കുകളൊന്നുമില്ലെങ്കിലും വല്ലാതെ ഷോക്ക്ഡാണ്. സുദീപ് ബെഡ്റൂമിലേക്ക് ചെന്ന് തിടുക്കത്തിൽ വേഷം മാറി. ഈ പാതിരാത്രിയിൽ സുദീപേട്ടൻ ഒറ്റയ്ക്ക്. അവൾ പിന്നാലെ ചെന്നു. അതൊന്നും സാരമില്ല, 2 കിലോമീറ്ററിന്റെ കാര്യമല്ലേയുള്ളൂ. ഞാനും കൂടെ വരാം, തനിച്ചു പോകണ്ട. ദേഷ്യം വന്നെങ്കിലും അയാൾ അത് കടിച്ചമർത്തി. ജയേ, മണ്ടത്തനം പറയാതെ, നീ എവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? കിടന്നുറങ്ങാൻ നോക്ക്, ചെന്നിട്ട് ഞാൻ വിളിക്കാം. പേഴ്സും കാറിന്റെ ചാവിയും എടുത്ത് സുദീപ് മുൻവശത്തെ വാതിൽ തുറന്നു. ഉണ്ണിയേട്ടനെ കൂടി കൊണ്ടുപോകരുതോ? അവൾ ചോദിച്ചു. സുദീപ് അത് കേട്ട ഭാവം നടിച്ചില്ല. ജയസുധ ചെന്ന് ഗേറ്റ് അടച്ചു. പിന്നെ വീട്ടിലേക്ക് കയറി മുൻവാതിലടിച്ച് പൂട്ടിയിട്ട് ഉറങ്ങാൻ കിടന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വന്നില്ല. മണി 11:30. രാത്രിയിൽ ആ നേരത്ത് ട്രാഫിക് വളരെ കുറവായിരുന്നു. അത് കാരണം സുദീപിന് വേഗം വണ്ടി ഓടിക്കാൻ കഴിഞ്ഞു. ഫ്ളാറ്റിന്റെ മുന്നിൽ ചെന്ന് നിന്ന് അയാൾ കോളിംഗ് ബെൽ അടിക്കുന്നതിന് പകരം സരോജിനി അമ്മയുടെ മൊബൈലിലേക്ക് വിളിച്ചു. ഹലോ. അവരുടൻ കൂളെടുത്തു. ചേച്ചി, ഞാനാണ് സുദീപ്. ഞാൻ വെളിയിലുണ്ട്, വാതിൽ തുറക്ക്, അയാൾ പറഞ്ഞു. സരോജിനി അമ്മ വേഗം വന്ന് വാതിൽ തുറന്നു. കുഞ്ഞെവിടെ? കിടപ്പുമുറിയില്ല. അയാൾ വേഗം അവിടേക്ക് ചെന്നു. കുഞ്ഞ് അനക്കമില്ലാതെ കണ്ണുകളടച്ച് തൊട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഫ്ലാനൽ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. നെറ്റിയിൽ കൈവച്ച് നോക്കിയപ്പോൾ നല്ല ടെമ്പറേച്ചർ. വേഗം റെഡിയാക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, അയാൾ പറഞ്ഞു. ഞാൻ റെഡിയായി നിൽക്കുക. എന്നാ പോകാം. കുഞ്ഞിനെ ഞാൻ എടുക്കാം. സാറ് ആ ബാഗ് എടുത്താൽ മതി. വെള്ള നിറത്തിലുള്ള ഒരു ബാഗ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സരോജിനി അമ്മ. അവർ വളരെ ശ്രദ്ധിച്ച് കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നെടുത്ത് മാറോട് ചേർത്തു പിടിച്ചു. അയാൾ ബാഗ് എടുത്തു. ശ്രുതിയെ വിളിച്ചു പറഞ്ഞായിരുന്നോ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. ഇല്ല, മോള് വിഷമിക്കുമെന്ന് വിചാരിച്ചാണ്. പറയാഞ്ഞത് നന്നായി. സരോജിനി അമ്മയ്ക്ക് കാര്യവിവരമുണ്ട്. അവളെ വിളിച്ച് കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സമാധാനം ഇല്ലാതാകുമെന്നതല്ലാതെ ഒന്നും സംഭവിക്കയില്ല. പോയ കാര്യങ്ങൾ സാധിച്ചിട്ട് അവൾ വരട്ടെ. സുദീപാണ് വാതിൽ പൂട്ടിയത്. അവർ ലിഫ്റ്റിൽ താഴേക്ക് ചെന്നു. എന്തുപറ്റി? സെക്യൂരിറ്റി ഗാർഡ് അന്വേഷിച്ചു. കുഞ്ഞിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് കൊടുത്തപ്പോൾ സരോജിനി അമ്മ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു. ഇനി എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തണം. ദർശന ചേച്ചിയെ ഒരിക്കൽ കൂടി വിളിച്ചാലോ എന്ന് കാർ ഓടിക്കുമ്പോൾ സുദീപ് ആലോചിക്കാതിരുന്നില്ല. ഹോസ്പിറ്റൽ ചെന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. നല്ല വേഗത്തിലാണ് ഡ്രൈവ് ചെയ്തതെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ അയാൾ വളരെ ശ്രദ്ധിച്ചു. കുഞ്ഞിനെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടാണ് ഇഷ പോയിരിക്കുന്നത്. കാഷ്വാലിറ്റിയുടെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. സുദീപ് വേഗം പുറത്തിറങ്ങി ഡോർ തുറന്നു കൊടുത്തു. വേഗം വാ ചേച്ചി. ഡ്യൂട്ടി ഡോക്ടർ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം കുഞ്ഞിനെ പരിശോധിച്ചു. അമ്മ സ്ഥലത്തില്ല. ഇവിടെയായിരുന്നു ഡെലിവറി. ഡോക്ടർ ദർശനയാണ് അറ്റൻഡ് ചെയ്തത്. ദർശന ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. ഒരു സർജറി നടക്കുകയാണ്, കൂടെയുണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു. ഞാൻ സുജാത ഡോക്ടറെ വിളിക്കാം. കുഞ്ഞിന്റെ കണ്ടീഷൻ ഇത്തിരി മോശമാണ്, ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു. സുദീപിന്റെ ഉള്ളൊന്നാളി. കണ്ടീഷൻ മോശമാണെന്ന് പറഞ്ഞാൽ? അയാൾ ചോദിച്ചു. കഫക്കെട്ടുണ്ട് നെഞ്ചിൽ. ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞേ. ഡോക്ടർ അപ്പോൾ തന്നെ സുജാത ഡോക്ടറെ വിളിച്ചു. അവരാണ് പീഡിയാട്രീഷ്യൻ. കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയി. പരിഭ്രമത്തോടെ സുദീപും സരോജിനി അമ്മയും പുറത്തു കാത്തിരുന്നു. ഇഷയെ അറിയിക്കണോ? അറിയിച്ചാൽ തന്നെ എന്തു പ്രയോജനം? നാളെ അവൾ വിളിക്കും. അപ്പോൾ വേണമെങ്കിൽ ഒരു സൂചന കൊടുക്കാം.
നാളെയാണ് എംബസിയിൽ ചെല്ലേണ്ടത്. മറ്റന്നാൾ അവൾ തിരിച്ചു പോരും. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ സുജാത വന്നു. അവരെ കണ്ടപ്പോൾ സുദീപിന് കുറച്ച് ആശ്വാസം കിട്ടി. ഇനിയെല്ലാം ഡോക്ടർ നോക്കിക്കൊള്ളും. അയാൾക്ക് ഒരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി. പക്ഷേ പുറത്തേക്കിറങ്ങിപ്പോകാൻ ധൈര്യം വന്നില്ല. ആ സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് ഡോക്ടർ വിളിപ്പിച്ചാലോ? അരമണിക്കൂറോളം അങ്ങനെ പോയി. ഡോക്ടർ ദർശന അപ്പോൾ ഒരു സിസേറിയൻ സർജറി കഴിഞ്ഞു വന്നു. കാഷ്വാലിറ്റിയുടെ മുമ്പിൽ സുദീപിനെയും സരോജിനിയമ്മയും കണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി സുദീപ്? ശ്രുതിയുടെ കുഞ്ഞ്. അയാൾ വിവരം പറഞ്ഞു. ശ്രുതി ഡൽഹിക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ പോയി അല്ലേ? അതെ. ശരി, ഞാൻ സുജാതയെ ഒന്ന് കണ്ടിട്ട് വരാം. അകത്തെ മുറിയിലേക്ക് ഡോക്ടർ പോയി. അപ്പോഴാണ് സുദീപിന്റെ മൊബൈൽ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ ജയസുധയാണ് വിളിക്കുന്നത്. ഇനിയിപ്പോൾ എപ്പോൾ തിരിച്ചു പോകാൻ കഴിയുമെന്ന് അറിയില്ല. നാളെ അവളെ കാണുമ്പോൾ പറയാൻ എന്തെങ്കിലുമൊക്കെ കഥകൾ ഉണ്ടാക്കി വെക്കണം. ഏറെ നേരം കഴിഞ്ഞാണ് ഡോക്ടർ ദർശന വെളിയിലേക്ക് വന്നത്. അവരുടെ മുഖത്ത് ഒട്ടും പ്രസന്നത ഉണ്ടായിരുന്നില്ല. ചേച്ചി, ആശങ്കയോടെ സുദീപ് എഴുന്നേറ്റു. ഇത്തിരി ക്രിട്ടിക്കലാണ്. സുജാത അടുത്തുണ്ട്. വേണ്ടതെല്ലാം സുജാത ചെയ്തോളും. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. ബി പ്രിപ്പയർഡ് ഫോർ എനിത്തിങ്. ഡോക്ടർ പോയി. തളർച്ചയോടെ സുദീപ് കസേരയിലേക്കിരുന്നു. കിടന്നിട്ട് ജയസുധയ്ക്ക് ഉറക്കം വന്നില്ല. ക്ലോക്കിൽ സമയം 3 മണി. വീട്ടിലെല്ലാവരും സുഖനിദ്രയിലാണ്. സുദീപേട്ടനെ ഒന്ന് വിളിച്ചതാണ്. പക്ഷേ ഫോൺ എടുത്തില്ല. ഹോസ്പിറ്റലിലാണ്, വരാൻ ഇത്തിരി വൈകും. എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. വീട്ടിലിരിക്കുന്നവരുടെ പേടി പുറത്തു പോകുന്നവർക്കറിയില്ലല്ലോ. അവൾ മൊബൈൽ എടുത്ത് ഒരിക്കൽ കൂടി വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്. ഇത്തവണ ഫോൺ എടുത്തില്ലെങ്കിൽ ഉണ്ണിയേട്ടനെ വിളിച്ചുണർത്തി കാര്യം പറയണം. എന്നിട്ട് ഉണ്ണിയേട്ടനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. ഹലോ ജയ. പെട്ടെന്ന് കോള് കിട്ടി. സുദീപേട്ടൻ ഇതെവിടെയാ? അവൾ ചോദിച്ചു. ഹോസ്പിറ്റലിൽ. ഏത് ഹോസ്പിറ്റലിൽ? ലൂർദ്. അയാൾ പറഞ്ഞു. നേരത്തെ വിളിച്ചിട്ടെന്താ എടുക്കാഞ്ഞത്? ഞാൻ കേട്ടില്ല. ഡോക്ടറെ കാണാൻ കയറിയപ്പോ സാലറി ഇട്ടില്ലായിരുന്നു. എന്നിട്ട് പിന്നെ നോക്കിയപ്പോൾ എന്റെ മിസ്ഡ് കോൾ കണ്ടില്ലേ? തിരിച്ചു വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. സോറി ജയ, അവന്റെ കണ്ടീഷൻ ഇത്തിരി ക്രിട്ടിക്കലാ. വീട്ടുകാരെ അറിയിക്കാനുള്ള ശ്രമത്തിലാണ്. ബ്ലഡ് വേണം. അത് അറേഞ്ച് ചെയ്യാനൊക്കെ. വീട്ടുകാർ വന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, അവരിപ്പം വരും. അവർ വന്നാലുടൻ സുദീപേട്ടൻ ഇങ്ങു വരണം. എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുള്ളത് നല്ലത് തന്നെയാ. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അയാൾ മിണ്ടിയില്ല. എത്രയും വേഗം വരണം. ജയസുധയ്ക്ക് കുറച്ച് മനസ്സമാധാനം അനുഭവപ്പെട്ടു. പിന്നെ അവൾ സുഖമായി ഉറങ്ങി. രാവിലെ ഉണർന്നപ്പോൾ നേരം പുലർന്നു കഴിഞ്ഞിരുന്നു. സമയം 7 മണി. സുദീപേട്ടൻ വന്നിട്ടില്ല. അവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിച്ചെന്നു. കൃഷ്ണനുണ്ണി പത്രം വായിച്ചുകൊണ്ട് സ്വീകരണ മുറിയിലുണ്ടായിരുന്നു. സുദീപ് ഇത്ര രാവിലെ എവിടെ പോയി? അയാൾ ചോദിച്ചു. രാവിലെ അല്ല ഉണ്ണിയേട്ടാ, ഇന്നലെ രാത്രിയിൽ പോയതാ. ഒരു ഫോൺ കോൾ വന്നിട്ട്. അവൾ പറഞ്ഞു. രാവിലെ അവന്റെ കാറ് കണ്ടില്ല, അതാ ചോദിച്ചത്. അവൻ എവിടാ പോയത്? ഒരു ഫ്രണ്ടിന് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഇവിടെ ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ പോയി. ഏത് ഫ്രണ്ട്? കൃഷ്ണനുണ്ണി ചോദിച്ചു. ഫൈസൽ എന്നാ പറഞ്ഞത്. കൂട്ടുകാരന്റെ ഒപ്പം എറണാകുളത്ത് പോയിട്ട് വരുമ്പോ. അയ്യോ, ഞങ്ങളുടെ ഓഫീസിലെ സൈനുദ്ദീന്റെ അനിയനാണല്ലോ ഫൈസൽ. കൃഷ്ണനുണ്ണി അപ്പോൾ തന്നെ മൊബൈൽ എടുത്ത് സൈനുദ്ദീനെ വിളിച്ചു. വിവരമറിയാൻ വേണ്ടി ജയസുധ അയാളുടെ അടുത്ത് തന്നെ നിന്നു. സൈനുദ്ദീന്റെ മൊബൈല് റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം അടിഞ്ഞതിനു ശേഷം അയാൾ കോൾ എടുത്തു. ഹലോ കൃഷ്ണനുണ്ണി, എന്താ ഇത്ര രാവിലെ? കോൾ എടുത്ത് സൈനുദ്ദീൻ ചോദിച്ചു. വളരെ പ്രസന്നമായ സ്വരമായിരുന്നു അയാളുടേത്. ഫൈസലിന് ആക്സിഡന്റ് ഉണ്ടായ വിവരം സൈനു അറിഞ്ഞില്ലേ? ഫൈസൽ എവിടെയാണ്? കൃഷ്ണനുണ്ണി ജാഗ്രതയോടെ ചോദിച്ചു. ഉറക്കമാണ്, ഉണർന്നിട്ടില്ല. ഇന്നലെ ഏതോ പാർട്ടിയുണ്ടായിരുന്നു. വന്നതാ രാത്രി 12:30. ഞാനാ വാതിൽ തുറന്നു കൊടുത്തത്. ഇനി മുതൽ 10 മണിക്ക് മുമ്പിൽ വീട്ടിൽ വന്നില്ലെങ്കിൽ പിറ്റേന്ന് വന്നാൽ മതിയെന്ന് വാണിംഗ് കൊടുത്തു. ഒന്നും മിണ്ടാനാവാതെ കൃഷ്ണനുണ്ണി നിന്നു. അവൻ അനുസരണയുള്ള അനിയനാ കൃഷ്ണനുണ്ണി. അതുകൊണ്ടാ അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നത്. ഇക്കാലത്ത് ആൺകുട്ടികളെ അങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ? ജയസുധ നോക്കി നിൽക്കുന്നത് ഇടം കണ്ണിലൂടെ കൃഷ്ണനുണ്ണി കാണാതിരുന്നില്ല. എന്താ ഫൈസലിന്റെ കാര്യം ചോദിച്ചേ? ഇന്നലെ ആരുടെ പാർട്ടിയായിരുന്നു? അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷൈജുവിന്റെ മാരേജാണ് അടുത്ത സൺഡേ. ഇന്ന് ഷൈജുവിന്റെ ബാച്ചിലേഴ്സ് പാർട്ടിയായിരുന്നു. അപ്പോൾ ലിക്കർ ഇല്ലാതെ എന്തു പാർട്ടി? കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതിനോടോ എനിക്ക് വിയോജിപ്പ്. ഫൈസല് കുടിക്കാറില്ലല്ലോ, കൃഷ്ണനുണ്ണി പറഞ്ഞു. ഇല്ല, അത് തന്നെ ഭാഗ്യം. അങ്ങനെ ഞാൻ അവനെ വളർത്തിയത്. ഉപ്പ മരിച്ചത് പിന്നെ ഞാനായിരുന്നല്ലോ അവന്റെ ഉപ്പയും ഇക്കയും. സൈനുദ്ദീൻ ചിരിച്ചു.
ശരി, ഞാൻ വിളിക്കാം. സംഭാഷണം അവസാനിപ്പിക്കാനായി കൃഷ്ണനുണ്ണി പറഞ്ഞു. എന്തിനാ ഫൈസലിനെ അന്വേഷിച്ചേ? അത് പറഞ്ഞില്ലല്ലോ. സൈനുദ്ദീൻ വിട്ടില്ല. ജയസുധയോട് നുണ പറഞ്ഞിട്ടാണ് സുദീപ് പുറത്തേക്ക് പോയതെന്ന് കൃഷ്ണനുണ്ണിക്ക് മനസ്സിലായി. അക്കാര്യം അവൾ അറിയാൻ പാടില്ല. ചിലപ്പോൾ ശ്രുതിയെ കാണാൻ തന്നെയായിരിക്കും അവൻ പോയത്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാം, കൃഷ്ണനുണ്ണി പറഞ്ഞിട്ട് ഉടൻ കോൾ കട്ട് ചെയ്തു. ജയസുധയോട് എന്തു പറയും? അയാൾ മെല്ലെ അവളുടെ നേർക്ക് തിരിഞ്ഞു. ഉത്കണ്ഠയോടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇത്തിരി സീരിയസ് ആണ്. അവനെ അവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാ. സുദീപ് ഇപ്പം വരും, ഞാൻ അവനെ വിളിക്കാം. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ കൃഷ്ണനുണ്ണി കിടപ്പുമുറിയിലേക്ക് പോയി. അയാൾ വാതിലടച്ചിട്ട് സുദീപിനെ വിളിച്ചു. ഉണ്ണിയേട്ടാ, നീ ഇപ്പൊ എവിടെയാണ്? ഹോസ്പിറ്റലിലാണ്. ഇഷയുടെ കുഞ്ഞിന് സുഖമില്ല, ഇത്തിരി സീരിയസ് ആണ്. അതിന് നീ എന്തിനാ പാതിരാത്രിയിൽ എഴുന്നേറ്റ് പോയത്? അവളുടെ കുഞ്ഞിന്റെ കാര്യം അവൾ നോക്കിയില്ലേ? കൃഷ്ണനുണ്ണിക്ക് ദേഷ്യം വന്നു. അത് എന്റെയും കൂടി കുഞ്ഞാണെന്ന് ഉണ്ണിയേട്ട മറന്നുപോയോ? ഇഷ സ്ഥലത്തില്ല, ഡൽഹിയിൽ ഒരാവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. നീയൊരു ഭർത്താവ് കൂടിയാണെന്ന കാര്യം പലപ്പോഴും മറന്നുപോകുന്നു. ജയസുധ ഇത് വല്ലതും അറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് നീ എന്താ ചിന്തിക്കാത്തത്? എന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉണ്ണിയേട്ടൻ ചിന്തിച്ചാൽ അത് മനസ്സിലാകും. കൃഷ്ണനുണ്ണിക്ക് മറുപടിയില്ലായിരുന്നു. നീ വേഗം വീട്ടിലേക്ക് വാ. ഞാൻ സൈനുദ്ദീനെ വിളിച്ചു ചോദിച്ചപ്പോഴാ നീ ജയസുധയോട് നുണ പറഞ്ഞിട്ടാ പോയതെന്ന് മനസ്സിലായത്. ഇനി നീ വരാൻ വൈകിയാൽ കാര്യങ്ങൾ ചിലപ്പോൾ കൈവിട്ടു പോകും. സരോജിനിയമ്മ മാത്രമേയുള്ളൂ ഹോസ്പിറ്റലിൽ. ഉത്തരവാദപ്പെട്ട ആരെങ്കിലും ഇവിടെ വേണ്ടേ ഉണ്ണിയേട്ടാ? എനിക്ക് വരാൻ പറ്റില്ല, സുദീപ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എങ്ങനാ? നീ വേഗം വാ, സബിതയും ഞാനും കൂടി ഹോസ്പിറ്റലിലേക്ക് വരാം. അവിടെ ഞങ്ങൾ ഇരുന്നോളാം. ജയസുധയ്ക്ക് നീ സംശയമുണ്ടാക്കരുത്. നിങ്ങൾ വന്നിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അത് ശരിയാവത്തില്ല. കുഞ്ഞ് ഇപ്പോൾ ഡോക്ടർമാരുടെ പരിചരണയിലല്ലേ? നിനക്കവിടെ ഒന്നും ചെയ്യാനില്ല. നീ എത്രയും വേഗം വാ, ഞങ്ങൾ ഉടൻ ഇറങ്ങും. സുദീപിനെ കൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ അവസരം കൊടുക്കാതെ കൃഷ്ണനുണ്ണി കോള് കട്ട് ചെയ്തു. സബിതേ, എനിക്ക് കുറച്ച് ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അയാൾ പറഞ്ഞു. ഇപ്പൊ തരാമല്ലോ. അയാൾ കിടപ്പുമുറിയിലേക്കാണ് പോയത്. സബിത ചായയുമായി അങ്ങോട്ട് ചെന്നു. നമുക്കുടൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം, ചായ വാങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു. മനസ്സിലാകാത്ത മട്ടിൽ അവൾ അയാളെ നോക്കി. ശ്രുതിയുടെ കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അയാൾ കാര്യങ്ങൾ ചുരുക്കത്തിൽ അവതരിപ്പിച്ചു. ഞാൻ വരുന്നില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് അവളെ ഇഷ്ടമല്ല. കുഞ്ഞിനെ വീട്ടുജോലിക്കാരിയെ ഏൽപ്പിച്ചിട്ട് നാട് മുഴുവൻ തെണ്ടി നടക്കുന്നവൾ ഒരമ്മയാണോ? തർക്കിക്കാനുള്ള സമയമല്ല ഇത്. നീ വന്നില്ലെങ്കിൽ ഞാൻ പോകും. എന്റെ അനിയന് വേണ്ടിയാണ്. അയാളെ ഒന്ന് നോക്കിയിട്ട് സബിത മുറിവിട്ടുപോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ സുദീപ് വന്നു. കാറിന്റെ ഒച്ച കേട്ട് ജയസുധ വേഗം പുറത്തേക്ക് ചെന്നു. സോറി ജയ, റിയലി സോറി. അയാൾ കാലിൽ ചെന്നിറങ്ങിച്ചെന്ന് ക്ഷമാപണത്തോടെ അവളുടെ കൈപിടിച്ചു. ഇന്നും ഇന്നലെയുമല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ സുദീപേട്ടൻ എന്നെ പേടിപ്പിക്കുക. എന്നെക്കുറിച്ച് സുദീപേട്ടന് ഒരു വിചാരവുമില്ല. ജയസുധയുടെ കണ്ണുകൾ നിറഞ്ഞു. ഫ്രണ്ട്സ് എന്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. അവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടായെന്നറിഞ്ഞാൽ ആ നിമിഷം ഞാൻ എവിടെ ഓടിയെത്തും. പിന്നെ ബാക്കിയെല്ലാം മറക്കും. സ്വന്തം ഭാര്യയും സുദീപേട്ടന്റെ വീക്ക്നെസ് ആകാൻ വേണ്ടി ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കാം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ ഭാര്യയ്ക്ക് ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. വാ ഇങ്ങോട്ട്. അയാൾ അവളെ ചേർത്തു പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും അയാളുടെ ഹൃദയം ആശങ്കയോടെ വിങ്ങുന്നുണ്ടായിരുന്നു. സരോജിനി അമ്മ കൈത്തണ്ടയിലെ വാച്ചിൽ നോക്കി. സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. തലേന്ന് രാത്രിയിൽ 8:30 അത്താഴം കഴിച്ചതാണ്. പിന്നെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. വിശപ്പും ഉറക്കക്ഷീണവും അവരെ തളർത്തി. കാഷ്വാലിറ്റി വാർഡിന് മുമ്പിലെ പ്ലാസ്റ്റിക് കസേരയിലെ ഇരിപ്പ് അവസാനിപ്പിക്കണം. ഒന്ന് നടുവ് നിവർത്തണം. സരോജിനി അമ്മ എഴുന്നേറ്റ് കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി നഴ്സിന്റെ അടുത്തേക്ക് ചെന്നു. മോളെ, ഇന്നലെ രാത്രിയിൽ അഡ്മിറ്റ് ചെയ്ത കുഞ്ഞിന്റെ കൂടെ വന്നതാണ് ഞാൻ. വിശ്രമിക്കാൻ ഒരു മുറി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അതിനെന്താ, ഇപ്പൊ ശരിയാക്കാം. അവൾ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. എന്തോ സംസാരിച്ചു. ആന്റി, 1-ാം നിലയിലെ 17-ാം നമ്പർ റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പം ആളിനെ വിടാം. അവൾ പിന്നെ സരോജിനി അമ്മയോട് പറഞ്ഞു. വളരെ ഉപകാരം മോളെ. യൂണിഫോം ധരിച്ച ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് മധ്യവയസ്ക വന്ന് സരോജിനി അമ്മയെ 17-ാം നമ്പർ വാർഡിലേക്ക് കൊണ്ടുപോയി. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മുറിയായിരുന്നു അത്. പേഷ്യന്റിനുള്ള ബെഡിനു പുറമെ ബൈസ്റ്റാൻഡർക്ക് ഉപയോഗിക്കാനുള്ള കട്ടിലും സന്ദർശകർക്കുള്ള കസേരകളും. പുറത്തു പോകുമ്പോൾ റൂം പൂട്ടിയേക്കണേ, അസിസ്റ്റന്റ് ഉപദേശം നൽകി. സരോജിനി അമ്മ തലകുലുക്കി. എവിടെ ഇവിടുത്തെ ക്യാൻറ്റീൻ? അവർ ചോദിച്ചു. താഴെയാണ്, ഗേറ്റിനടുത്തുള്ള കെട്ടിടത്തിൽ. ബോർഡ് വെച്ചിട്ടുണ്ട്. ആ സ്ത്രീ പോയി. ബാഗ് മേശപ്പുറത്ത് വെച്ചിട്ട് സരോജിനി അമ്മ ബാത്റൂമിൽ കയറി മുഖം കഴുകി.
വാതിൽ പൂട്ടിയിട്ടാണ് അവർ ക്യാൻറ്റീനിലേക്ക് പോയത്. വലിയ തിരക്കായിരുന്നു ക്യാൻറ്റീനിൽ. ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണി പേഴ്സിൽ മൊബൈൽ ബെല്ലടിച്ചു. ഇടത് കൈകൊണ്ട് അതെടുത്തു നോക്കിയപ്പോൾ ശ്രുതിയാണ് വിളിക്കുന്നത്. സരോജിനി അമ്മയുടെ ഉള്ളൊന്നാളി. കുഞ്ഞിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന് പറയേണ്ടെന്നാണ് നിർദ്ദേശം. പക്ഷേ കള്ളം പറയുന്നത് എങ്ങനെ? ഹലോ മോളെ. അവർ കോളെടുത്തു. എന്തെടുക്കുവാ? ഇഷ ചോദിച്ചു. ചായ കുടിക്കുകയാണ് മോളെ. കുഞ്ഞിനെന്തു കൊടുത്തു? കുപ്പിപ്പാലല്ലേ ഇപ്പൊ കൊടുക്കാൻ പറ്റൂ? അവൾക്ക് എന്നെ കാണാൻ നിർബന്ധമൊന്നുമില്ലല്ലോ. അമ്മയെ കിട്ടാതിരുന്നാൽ കുഞ്ഞിന് പിന്നെ വിഷമമുണ്ടാകത്തില്ലേ? അവർ ചോദിച്ചു. നാളെ ഉച്ച കഴിയുമ്പോഴേക്ക് ഞാൻ എങ്ങെത്തും. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. രാത്രിയിൽ ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. എന്നിട്ട്? അവൾ ഉദ്വേഗത്തോടെ അവരോട് ചോദിച്ചു. രാവിലെ ആയപ്പോഴേക്ക് കുറഞ്ഞു. ഇനി അങ്ങനെയുണ്ടായാൽ ഡോക്ടറെ കാണിക്കണേ. ദർശന ഡോക്ടറെ വിളിച്ചാൽ മതി. ശരി മോളെ. അവള് ഫോൺ കട്ട് ചെയ്തു. ഒരു സൂചന കൊടുത്തല്ലോ, അത് മതി. സരോജിനി അമ്മ ആശ്വസിച്ചു. അവർ റൂമിൽ ചെന്ന് കിടന്നു. ഉടൻ തന്നെ വാതിലിൽ ആരോ മുട്ടി. കതക് തുറന്നപ്പോൾ കൃഷ്ണനുണ്ണിയും സബിതയും വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അകത്തേക്ക് കയറി. സരോജിനി അമ്മ തനിച്ചേയുള്ളൂവെന്ന് സുദീപ് വന്നു പറഞ്ഞു. അതുകൊണ്ടാ ഞങ്ങൾ വന്നത്. കുഞ്ഞിപ്പോഴും ICUവിലാണെന്ന് ഡ്യൂട്ടി ഡോക്ടറോട് ചോദിച്ചപ്പോൾ അറിഞ്ഞു. ശ്രുതി എന്ന് വരും? കൃഷ്ണനുണ്ണി ചോദിച്ചു. ഇപ്പം വിളിച്ചായിരുന്നു. നാളെ ഉച്ച കഴിഞ്ഞ് വരുമെന്നാ പറഞ്ഞത്. കുഞ്ഞ് ആശുപത്രിയിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ണിയേട്ടൻ ഓഫീസിൽ പൊയ്ക്കോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ വിളിക്കാം, സബിത പറഞ്ഞു. എങ്കിൽ പോയിട്ട് വരാം. കൃഷ്ണനുണ്ണി പോയി. സരോജിനിയമ്മ കുറച്ച് റെസ്റ്റ് എടുക്ക്. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചതല്ലേ, സബിത പറഞ്ഞു. മോളുടെ അനിയത്തിയാ ശ്രുതിമോളെന്ന് സുദീപ് സാർ പറഞ്ഞു. സ്വന്തം അനിയത്തിയാണോ അതോ? സരോജിനിയമ്മ ചോദിച്ചു. ഒരമ്മ പെറ്റതല്ല ഞങ്ങൾ. പക്ഷെ എനിക്കവൾ സ്വന്തം അനിയത്തിയെ പോലാണ് സരോജിനിയമ്മേ. ഞാൻ കുറച്ചുനേരം കിടക്കട്ടെ. ബൈസ്റ്റാൻഡർക്കുള്ള ബെഡിലേക്ക് സരോജിനിയമ്മ കിടന്നു. അപ്പോൾ തന്നെ അവർ ഉറങ്ങുകയും ചെയ്തു. ഉച്ചവരെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയാതെ സബിത മുറിയിൽ തന്നെ ഇരുന്നു. അതിനിടയിൽ 2 തവണ സുദീപ് വിളിച്ചു. എടത്തി, എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അവൻ ചോദിച്ചു. ഇല്ല, ദർശന വരാൻ കാത്തിരിക്കാൻ ഞാൻ അങ്ങോട്ട് വന്നാലോ? വന്നിട്ട് നീ എന്തു ചെയ്യാനാ? വരണ്ട, വെറുതെ ജയസുധയ്ക്ക് സംശയമുണ്ടാക്കല്ലേ. എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവുമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്ക്. അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾ വന്നാ മതിയായിരുന്നു. പിന്നെ എന്തും സംഭവിച്ചോട്ടെ. അവൾ സ്ഥലത്തില്ലാത്തതെന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ കുഞ്ഞിന് ഒരാപത്തും ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് അവൾക്ക് തോന്നും. കുഞ്ഞിന് ഒന്നും സംഭവിക്കത്തില്ല സുദീപ്. കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഡോക്ടർമാർ അവളെ ചികിത്സിക്കുന്നത്, ദർശനയുടെ ബന്ധുവായതുകൊണ്ട്. ശരി ചേച്ചി, ഞാൻ വിളിക്കാം. ഉച്ചയായപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഡോക്ടർ ദർശന 17-ാം നമ്പർ വാർഡിലേക്ക് വന്നു. സുജാതയെ കണ്ടിട്ട ഞാനിപ്പോൾ വരുന്നേ. അതേ കണ്ടീഷൻ തന്നെ, ഒരു ഇംപ്രൂവ്മെന്റും ഉണ്ടായിട്ടില്ല. എന്നാൽ കൂടുതൽ വഷളായിട്ടുമില്ല. ഞങ്ങൾ ഡോക്ടർമാർ ഒരിക്കലും പേഷ്യൻസിന്റെ കാര്യത്തിൽ പ്രതീക്ഷ കൈവിടാറില്ലല്ലോ. അതുകൊണ്ട് എന്താണ് ദർശന കുഞ്ഞിന്റെ റിയൽ പ്രോബ്ലം? മാൽഫങ്ഷനിങ് ഓഫ് ലങ്സ്. ശ്വാസകോശങ്ങൾ ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം കുഞ്ഞിന് വേണ്ടത്ര ഓക്സിജൻ കിട്ടുന്നില്ല. സബിത പെട്ടെന്ന് നിശബ്ദയായി. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്ന് അവൾക്ക് മനസ്സിലായി. ന്യൂസിലാൻഡ് എംബസിയിൽ നിന്ന് ഇഷയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വന്നില്ല. രേഖകളുടെ പരിശോധന വേഗം നടന്നു. എല്ലാം തൃപ്തികരമായിരുന്നു. അന്ന് രാത്രിയിലും അവൾ കൂട്ടുകാരിയുടെ വീട്ടിൽ താമസിച്ചു. സരോജിനി അമ്മയെ രാത്രിയിലും വിളിച്ചു. കുഞ്ഞുറങ്ങുകയാണ് എന്ന മറുപടിയാണ് കിട്ടിയത്. സുദീപിനെ ഒരിക്കൽ പോലും വിളിച്ചില്ല. അത് അപകടമുണ്ടാക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. പിറ്റേന്ന് എയർപോർട്ടിലേക്ക് പോകാൻ കൂട്ടുകാരി അവൾക്ക് ടാക്സി വരുത്തിക്കൊടുത്തു. കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് അരമണിക്കൂർ വൈകിയാണ് ടേക്ക് ഓഫ് ചെയ്തത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയതും അരമണിക്കൂർ വൈകിയാണ്. പ്രീപെയ്ഡ് ടാക്സിയിൽ തിരിച്ചു പോകാനായിരുന്നു ഇഷയുടെ പ്ലാൻ. പക്ഷെ അറൈവൽ ലൗഞ്ചിൽ അവളെ കാത്ത് സുദീപ് ഇരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇഷയെ കണ്ട് അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു ചെന്നു. അവനെ കണ്ടവൾ അമ്പരന്നു. നീ എന്തിനാ വന്നത്? നിന്നെ കൊണ്ടുപോകാൻ. അവന്റെ മ്ലാനമായ മുഖം അവൾ ശ്രദ്ധിച്ചു. സുദീപ്, അവൾ വിളിച്ചു. നീ വാ. അയാൾ തിരക്കിട്ട് പുറത്തേക്ക് നടന്നു. പിന്നാലെ എത്താൻ അവൾ ഓടി. സുദീപ്. പിന്നാലെ ഓടുന്നതിനിടയിൽ ഇഷ വിളിച്ചു. അവൻ പെട്ടെന്ന് നിന്നു. എന്തിനാണ് നിന്നെ കൊണ്ടുപോകാൻ നീ വന്നത്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, നീ വാ. കാർ പാർക്കിലേക്ക് സുദീപ് വേഗം നടന്നു. എന്തോ സംഭവം നടന്നിട്ടുണ്ടെന്ന് ഇഷയ്ക്ക് തോന്നി. അല്ലെങ്കിൽ തന്നെ പിക്കപ്പ് ചെയ്യാനായി അവൻ എയർപോർട്ടിലേക്ക് വരില്ല. അവൻ എന്തോ ഭയപ്പെടുന്നുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം. അവൻ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സുദീപ് കാറ് അൺലോക്ക് ചെയ്തു.
എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് എയർ ബാഗ് വാങ്ങി ബാക്ക് സീറ്റിലേക്ക് വെച്ചു. കയറ്, അവൻ പറഞ്ഞു. ഇഷ കാലിൽ കയറി അവന്റെ അടുത്തിരുന്നു. അവൻ കാർ മുന്നോട്ടെടുത്തു. അവൾ തലതിരിച്ച് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ചിന്താമഗ്നനായിരുന്നു അവൻ. ഹൈവേയിൽ എത്തുന്നതുവരെ ഒന്നും സംസാരിക്കേണ്ട എന്ന് അവൾ തീരുമാനിച്ചു. മുന്നിലും പിന്നിലുമായി കാറുകളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. അതിൽ നിന്ന് മുക്തമായിട്ട് മതി. ഡൽഹിയിൽ പോയ കാര്യം എന്തായി? എല്ലാം നടന്നോ? പെട്ടെന്ന് സുദീപ് ചോദിച്ചു. യെസ്, ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല. വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് അതർ പേപ്പേഴ്സ്, സ്റ്റാമ്പിംഗ് ഓഫ് വിസ, എവറിത്തിങ് വെന്റ് സ്മൂത്ത്ലി. സംസാരിക്കാൻ പറ്റിയ മാനസികാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൾ വിശദീകരിച്ച് പറഞ്ഞത്. നീ പോകാൻ തന്നെ തീരുമാനിച്ചു? യെസ്. എന്ന്? അടുത്തയാഴ്ച ഓൺ 7th. അവൾ പറഞ്ഞു. ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആക്കിയിട്ടാണ് ഞാൻ വരുന്നത്. സുദീപ് പിന്നെ ഒന്നും വേണ്ടിയില്ല. നിശബ്ദനായി അവൻ കാറോടിച്ചു. ആ നിശബ്ദത ദുസ്സഹമായി അനുഭവപ്പെട്ടു ഇഷയ്ക്ക്. സുദീപ്, അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് വേഗം ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. വാട്ട് ഹാപ്പൻ ടു യു? നത്തിങ്. നിന്നെ എനിക്കറിയില്ലേ? നിന്റെ മുഖം ഒന്ന് വാടിയാൽ പോലും അത് നിന്റെ മുഖത്ത് നിഴലായി ഉണ്ടാവും. അവൻ മിണ്ടിയില്ല. ജയസിതമായ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? ഇല്ല. അവൾക്കറിയാമോ നീ എന്നെ വിളിക്കാൻ വരുന്ന കാര്യം? ഇല്ല. പിന്നെ നീ എന്തു പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്? ഒരു ഫ്രണ്ടിനെ കാണാൻ. കൂടെ വരുന്നെന്ന് അവൾ പറഞ്ഞില്ലേ? ഇല്ല. സുദീപ്, നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു. ടെൽമി, എന്താണുണ്ടായത്? എന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ. അവൾ അവന്റെ കൈത്തണ്ടയിൽ മൃദുവായി പിടിച്ചു. നീ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നുണ്ടോ? അതാണോ കാര്യം? കൊണ്ടുപോകുന്നുണ്ട്. അമ്മയെയും അച്ഛനെയും വേണം അവൾക്ക്. ഈ സാഹചര്യത്തിൽ നിന്നെ പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഞാനെങ്കിലും വേണ്ടേ അവൾക്ക്? നിനക്കിപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ? മനസ്സിലാവാതെ ഈശ അവനെ നോക്കി. ഷീ ഈസ് നോട്ട് വെൽ. എന്നുവെച്ചാൽ ഹോസ്പിറ്റലിലാണ്. ഇഷ ഞെട്ടി. അവൾക്ക് എന്തു പറ്റി? ബ്രീത്തിങ് പ്രോബ്ലം, ന്യൂമോണിയ എന്നാണ് പറഞ്ഞത്. നീ പോയതിന്റെ പിറ്റേന്ന് രാത്രിയിലാണ് ആരംഭിച്ചത്. അപ്പോൾ തന്നെ സരോജിനി അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനാണ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. കുഞ്ഞിന്റെ അടുത്ത് ഇപ്പോ ആരുണ്ട്? ICUവിലാണ്. ഇഷ പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. കാറ് ചെറുതായൊന്ന് പാളി. സുദീപ്, ടെൽ മീ ദ ട്രൂത്ത്. എന്റെ മോക്ക് എന്താണ് സംഭവിച്ചത്? കൂൾ ഡൗൺ ഇഷ. കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളാകുമ്പോൾ അസുഖമുണ്ടാകും. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത്രയേ സംഭവിച്ചിട്ടുള്ളൂ. അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ന് 3ാം ദിവസമല്ലേ? എന്തുകൊണ്ട് അപ്പോൾ തന്നെ എന്നെ അറിയിച്ചില്ല? നീ വന്നിട്ട് എന്തു ചെയ്യാനാണ്? കുഞ്ഞു ഡോക്ടർമാരുടെ കെയറിലാണ്. നിനക്ക് പുറത്തിരിക്കാനല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടാണ് സരോജിനിയെ അറിയിക്കാതിരുന്നത്. അവരെ കുറ്റപ്പെടുത്തരുത്. ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മൈ ഫോൾട്ട്. അവളെ വിട്ടിട്ട് ഡൽഹിയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. എന്റെ കുറ്റമാണ്, എന്റെ മാത്രം. നീ ഉണ്ടായിരുന്നെങ്കിലും ഇതുതന്നെ സംഭവിക്കുമായിരുന്നു. അമ്മയില്ലായിരുന്നു എന്നേയുള്ളൂ, അച്ഛനുണ്ടായിരുന്നല്ലോ. സുദീപ്. ഇഷ ശബ്ദമില്ലാതെ കരഞ്ഞു. TV ചാനലുകൾ ഓരോന്നായി ജയസുധ മാറി മാറി നോക്കി. ഒന്നും അവളെ ആകർഷിച്ചില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച പോലും ആയില്ല. മധുവിധ കാലമാണ്. എന്നിട്ടും തന്നെ വീട്ടിലാക്കിയിട്ട് സുദീപേട്ടൻ ഒറ്റയ്ക്ക് ചുറ്റിയടിക്കുന്നു. അവൾ മൊബൈൽ എടുത്തു നോക്കി. മിസ്ഡ് കോളുമില്ല, മെസ്സേജുമില്ല. പുറത്തേക്ക് പോയാൽ വീട്ടിലേക്കൊന്ന് വിളിക്കണമെന്ന് സുദീപേട്ടന് ചിന്ത പോലുമില്ല. അവൾ സുദീപിന്റെ നമ്പർ എടുത്ത് വിളിച്ചു. എന്താ ജയേ? അയാൾ കോൾ എടുത്തു. സുദീപേട്ടൻ ഇതെവിടെയാണ്? ഞാനിപ്പോ എറണാകുളത്താണ്. ട്രാഫിക്കിന്റെ ശബ്ദം മൊബൈലിൽ അവൾക്ക് താഴ്ന്ന സ്വരത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. എറണാകുളത്ത് പോകുന്ന കാര്യം എന്നോട് രാവിലെ പറഞ്ഞില്ലല്ലോ. അവൾ പരിഭവിച്ചു. വീട്ടിൽ നിന്നിറങ്ങിയ ശേഷമാണ് തീരുമാനിച്ചത്. നീ ഊണ് കഴിച്ചോ? സുദീപ് ചോദിച്ചു. ഇല്ല. നീ കഴിക്ക്. ഞാൻ മിക്കവാറും ലേറ്റാകും. എത്ര ലേറ്റാകും? ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ജയ. ബി എ ഗുഡ് ഗേൾ. കഴിഞ്ഞത്ര വേഗം ഞാൻ വരാം. ഏത് ഫ്രണ്ടിനെ കാണാനാ പോയത്? എന്റെ കൂടെ നേരത്തെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നതാണ്. നീ വെച്ചോ, ഞാൻ വണ്ടി ഓടിക്കുവാണ്. എത്രയും പെട്ടെന്ന് വരണേ. വരാം. അവൾ കോൾ കട്ട് ചെയ്തു. ഇനി വരുമ്പോ വരട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അവൾ സൗദാമിനി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അടുക്കളയിലായിരുന്നു അവർ. ജോലിക്കാരി സ്ത്രീയുമൊത്ത് ഉച്ചയൂണൊരുക്കുന്നു. സുദീപ് വിളിച്ചോ മോളെ? അവളെ കണ്ട് അവർ ചോദിച്ചു. ഇല്ലമ്മേ, ഇപ്പോ ഞാനങ്ങോട്ട് വിളിച്ചു. എറണാകുളത്താണെന്ന്. പണ്ടും ഇങ്ങനാ. ലീവിന് വന്നാൽ ഒരു നിമിഷം പോലും വീട്ടിലിരിക്കില്ല. കൂട്ടുകാരുമൊത്ത് ചുറ്റി നടക്കും. കല്യാണം കഴിഞ്ഞിട്ടും അവന്റെ ഈ സ്വഭാവം മാറിയില്ലല്ലോ എന്റെ തിരുനക്കര തേവരെ. ജയസുധ ഒന്നും മിണ്ടിയില്ല. ബാംഗ്ലൂരിൽ പോയാലും ഇത് തന്നെയായിരിക്കുമോ സ്ഥിതി?
പകൽ മുഴുവൻ താനൊറ്റയ്ക്ക് ഫ്ലാറ്റിൽ ഇരിക്കേണ്ടി വരുമോ? ഇല്ല. എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കണം. ബിടെക് വരെ പഠിച്ചിട്ട് അടുക്കള ജോലിയുമായി കഴിഞ്ഞുകൂടാൻ ഒരു കാരണവശാലും അവസരമുണ്ടാക്കില്ല. സുദീപേട്ടന്റെ കൂടെ അമേരിക്കയിൽ പോയാലും എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. ഉച്ചയ്ക്ക് സൗദാമിനി അമ്മയും വിശ്വനാഥ പിള്ളയും ജയസുധയും ഒന്നിച്ചിരുന്നാണ് ഊണ് കഴിച്ചത്. ഇന്ന് ശനിയാഴ്ചയല്ലയോ? സബിതയ്ക്ക് സ്കൂളിലല്ലോ. അവൾ എവിടെ പോയി? വിശ്വനാഥ പിള്ള ചോദിച്ചു. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാ പറഞ്ഞത്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എടുത്തില്ലേ? പോർഷൻസ് തീരാൻ കാണും, സൗദാമിനി അമ്മ പറഞ്ഞു. ഊണ് കഴിഞ്ഞ് വിശ്വനാഥ പിള്ള ഉച്ചമയക്കത്തിലേക്ക് കടന്നു. ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ അമ്മേ? ജയസുധ ചോദിച്ചു. പോയിട്ട് വാ മോളെ, സൗദാമിനി അമ്മ അനുവാദം കൊടുത്തു. ശ്രീവത്സത്തിന്റെ തൊട്ടെതിർവശത്താണ് കണ്ണമ്പള്ളിയിൽ വീട്. പക്ഷെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ജയസുധ ഒറ്റയ്ക്ക് അവളുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഒപ്പം സുദീപ് ഇല്ലാതെ അങ്ങോട്ട് പോകാൻ അവൾക്ക് മടിയായിരുന്നു. ഇന്നെന്തായാലും സുദീപേട്ടൻ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് കുറച്ചുനേരം അച്ഛന്റെയും അമ്മയും അടുത്ത് ചെന്നിരിക്കാം. വെറുതെ കിടന്നുറങ്ങുന്നതിലും ഭേദം അതാണ്. മാത്രവുമല്ല അവർക്കതൊരു സന്തോഷമാകുകയും ചെയ്യും. വേഷം മാറ്റി മൊബൈലും എടുത്ത് അവൾ കണ്ണമ്പള്ളിയിലേക്ക് ചെന്നു. ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ അരവിന്ദാക്ഷനും ഇന്ദിരയും. സുദീപ് എന്തിയെ മോളെ? അവൾ ഒറ്റയ്ക്ക് ചെന്നത് കണ്ട് ഇന്ദിര ചോദിച്ചു. സുദീപേട്ടൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുകയാണ് അമ്മേ, വരാൻ വൈകും. അവൾ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. ഏത് ഫ്രണ്ടിനെ? അരവിന്ദാക്ഷൻ ചോദിച്ചു. പണ്ട് ബാംഗ്ലൂരിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണെന്നാ പറഞ്ഞത്. എങ്കിൽ പിന്നെ നിനക്കൂടെ പോകാൻ വയ്യായിരുന്നോ? എന്നെ വിളിച്ചതാ, ഞാൻ പോയില്ല, അവൾ നുണ പറഞ്ഞു. അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ സുദീപേട്ടൻ സ്നേഹമില്ലാത്ത മരുമകനാകണ്ട. നിനക്കവിടെ സുഖമാണോ മോളെ? ഇന്ദിര ചോദിച്ചു. സുഖമാണമ്മേ, എനിക്കൊരു വിഷമവുമില്ല. നല്ല സ്നേഹമാണോ നിന്നോടവന്? ഇന്ദിരയുടെ ചോദ്യം കേട്ട് അവൾ ചിരിച്ചു. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എന്നെ കണ്ടാൽ മനസ്സിലാകത്തില്ലേ ഞാൻ ഹാപ്പിയാണെന്ന്? അവിടെ എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹമാ. സ്വന്തം മോളെ പോലെയാ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും. അത് കേട്ടാ മതി മോളെ, അവരെല്ലാവരും നല്ലവരാ. എന്നാലും ചോദിച്ചെന്നേയുള്ളൂ. നീ അല്ലാതെ വേറെ ആരുണ്ട് ഞങ്ങൾക്ക്? നിനക്കൊരു ചെറിയ വിഷമമുണ്ടായ പോലും ഞങ്ങൾക്ക് സഹിക്കത്തില്ല, ഇന്ദിര പറഞ്ഞു. സുദീപ് തിരിച്ചു പോകുന്ന കാര്യം വല്ലതും പറഞ്ഞോ? അരവിന്ദാക്ഷൻ ചോദിച്ചു. തൽക്കാലം ബാംഗ്ലൂരിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിന്ന് സ്റ്റേറ്റ്സിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. എന്റെ പാസ്പോർട്ട് കൊടുത്ത് പേപ്പേഴ്സ് ശരിയാക്കേണ്ട താമസമേയുള്ളൂ. അപ്പോഴാണ് ഇന്ദിരയുടെ മൊബൈൽ അടിച്ചത്. അവരുടെ അനുജത്തി രാജലക്ഷ്മിയാണ് വിളിച്ചത്. ഹൈക്കോടതിയിൽ വക്കീലാണ് രാജലക്ഷ്മിയുടെ ഭർത്താവ് വേണുഗോപാൽ. എന്താ രാജി? സുദീപ് മോളും എറണാകുളത്ത് വന്നിട്ടുണ്ടോ ചേച്ചി? രാജലക്ഷ്മി ചോദിച്ചു. ഇല്ല, മോളിവിടെ ഉണ്ട്. അല്ല, എയർപോർട്ടിൽ വെച്ച് സുദീപിനെ കണ്ടു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. ആരെയോ റിസീവ് ചെയ്യാൻ വന്നതാണെന്ന് തോന്നുന്നു. ധൃതിയിലായിരുന്നു സുദീപ്. നമ്പർ അറിയാൻ വയ്യാതിരുന്നതുകൊണ്ട് വിളിച്ചു നിർത്തി കാണാനും പറ്റിയില്ല. സുദീപിനെ തന്നെയാണോ നീ കണ്ടത്? സംശയത്തോടെ ഇന്ദിര ചോദിച്ചു. അതെന്താ ചേച്ചി, എനിക്ക് അവനെ കണ്ടാൽ അറിയത്തില്ലേ? വേണുവേട്ടന് ഡൽഹിയിൽ ഒരു കോൺഫറൻസ് ഉണ്ട്. എയർപോർട്ടിൽ കൊണ്ടു ചെന്ന് വിട്ടത് ഞാനാ. അപ്പോഴാ സുദീപനും ഒരു സ്ത്രീയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവർ നല്ല ധൃതിയിലായിരുന്നു. കൂടെ സ്ത്രീയോ? അതെ, ഒപ്പം ജയസുധയും കാണുമെന്നാ ഞാൻ വിചാരിച്ചേ, പക്ഷെ കണ്ടില്ല. ഇന്ദിര തലതിരിച്ച് ജയസുധയെ ഒന്ന് നോക്കി. അമ്മയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ. ചിലപ്പോ ഏതെങ്കിലും ബന്ധുവിനെ കൊണ്ടുവരാൻ പോയതായിരിക്കും രാജി. നീ വീട്ടിലെത്തിയോ? ഇല്ല ചേച്ചി, മാളിൽ കയറിയപ്പോഴാ വിളിച്ചത്. സുദീപിനെയും മോളെയും ഒരു ദിവസം ഇങ്ങോട്ട് വിടണേ. 2 പേർക്കും ഒരു ട്രീറ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാരും. വിടാം രാജി, ഞാൻ മോളോട് പറയാം. ഇന്ദിര ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് എഴുന്നേറ്റ് അകത്തെ മുറിയിലേക്ക് പോയി. ചെറിയമ്മയാണോ വിളിച്ചത്? ജയസുധ പിന്നാലെ ചെന്നു. അതെ. എന്താ വിശേഷം? സുദീപ് ആരെ കൊണ്ടുവരാൻ എയർപോർട്ടിലേക്ക് പോയത്? എയർപോർട്ടിലേക്കോ? എനിക്കറിയില്ലമ്മേ. നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണെന്നാ പറഞ്ഞത്. കുറച്ചു മുമ്പ് വിളിച്ചപ്പോ എറണാകുളത്താ. വണ്ടിയോടിക്കുവാ എന്നാ പറഞ്ഞത്. എന്താമ്മേ? ഒന്നുമില്ല. ഇന്ദിര പറയാൻ മടിച്ചു. എയർപോർട്ടിലേക്ക് പോയോന്ന് എന്താ അമ്മ ചോദിച്ചേ? വേണുവിനെ ഡൽഹിക്ക് വിടാൻ രാജി എയർപോർട്ടിൽ പോയെന്ന്. അവിടെ വെച്ച് അവൾ സുദീപിനെ കണ്ടെന്ന്. പരസ്പരം കണ്ടില്ല. അവൻ ആരെയോ റിസീവ് ചെയ്യാൻ ചെന്നതാണെന്ന്. ആരെ? ജയസുധ ചോദിച്ചു. ആരെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. മോള് വാ, അമ്മ ചായ ഇട്ട് തരാം. ഇന്ദിര അടുക്കളയിലേക്ക് പോയി. രാജലക്ഷ്മിയുടെ നമ്പറിന് വേണ്ടി ജയസുധ മൊബൈലിൽ തിരഞ്ഞു. രാജലക്ഷ്മിയുടെ നമ്പർ എടുത്ത് വിളിച്ച് മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ച് ജയസുധ നിന്നു. ബെല്ല് കേൾക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ബെല്ലടിച്ച് നിന്നു. വീണ്ടും അവൾ ആ നമ്പറിൽ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുന്ന് കോൾ ഇങ്ങോട്ട് വന്നു. ഹലോ ചെറിയമ്മേ. അവൾ കോൾ എടുത്തു. വണ്ടി ഓടിക്കുമായിരുന്നു മോളെ, അതാ കോൾ എടുക്കാത്തത്, രാജലക്ഷ്മി പറഞ്ഞു. എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ട.
കുഴപ്പമില്ല, ഞാൻ വണ്ടി ഒതുക്കി നിർത്തിയേക്കുവാ. വേണുമംഗളന് ഡൽഹിയിലേക്ക് പോകണമായിരുന്നു. ഞാൻ എയർപോർട്ടിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് വരുവാ. എയർപോർട്ടിൽ വെച്ച് സുധീപേട്ടനെ ചെറിയമ്മ കണ്ടെന്ന് അമ്മ ഇപ്പോ പറഞ്ഞു. അതറിയാനാ ഞാൻ വിളിച്ചേ. എറണാകുളത്ത് പോവാണെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. എയർപോർട്ടിലാണെന്ന് അറിയില്ലായിരുന്നു. സുദീപിനെ ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു മോളെ. പക്ഷേ തൊട്ടടുത്ത് വെച്ചല്ല. തന്നെയുമല്ല, നല്ല തിരക്കുമുണ്ടായിരുന്നു. സുദീപിന്റെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ ധൃതിയിൽ പുറത്തേക്കിറങ്ങിപ്പോയി. ഞാൻ വേഗം പിന്നാലെ ചെന്നെങ്കിലും രണ്ടുപേരും കാറിൽ കയറി പോകുന്നത് കാണാനേ പറ്റിയുള്ളൂ. സുദീപേട്ടൻ ഒരു സ്ത്രീയെയും കൊണ്ട് കാറിൽ കയറിപ്പോയി. ഏത് സ്ത്രീ? എങ്ങോട്ടാണ് പോയത്? പ്രായമുള്ള സ്ത്രീയായിരുന്നു ചെറിയമ്മേ. ജേസു ചോദിച്ചു. 10-25 വയസ്സിൽ കൂടുതൽ കാണത്തില്ല മോളെ. ജീൻസും ഷർട്ടുമായിരുന്നു വേഷം. നല്ല പൊക്കമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും ചെറിയമ്മേ. സുദീപേട്ടനെ ചെറിയമ്മ സംശയിക്കുകയാണോ എന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്ക് അവളുടെ മനസ്സ് പുകഞ്ഞു നീറാൻ തുടങ്ങിയിരുന്നു. സുദീപേട്ടൻ എന്തൊക്കെയോ തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്രകൾ അതിന് തെളിവാണ്. പോകും മുമ്പ് പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്. ശരി ചെറിയമ്മേ, വെറുതെ വിളിച്ചെന്നേയുള്ളൂ. മാളുടെ കോഴ്സ് തീരാറായോ? ചെറിയമ്മയുടെ മകൾ മാളവിക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. ഫൈനൽ ഇയർ അല്ലാതെ അടുത്ത മാസം എക്സാം തുടങ്ങുകയാ. അവർ പറഞ്ഞു. എന്നാ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളും. മോളും സുദീപും കൂടി ഒരു ദിവസം ഇങ്ങോട്ട് വരണേ. 4 ദിവസം കഴിഞ്ഞ് മതി. അപ്പോഴേക്ക് വേണുവേട്ടൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തും. സുദീപേട്ടന്റെ പ്ലാൻ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ചെറിയമ്മേ. വരട്ടെ, ഞാൻ പറഞ്ഞോളാം. ജയസുധ ഫോണ് കട്ട് ചെയ്തു. അവളുടെ മനസ്സ് കലങ്ങിക്കഴിഞ്ഞിരുന്നു. സുദീപേട്ടൻ ഇതെന്തു ഭാവിച്ചാണ്? കല്യാണം കഴിച്ചതാണെന്ന് ഒരു ചിന്ത പോലുമില്ല. എന്നെ വീട്ടിലിരുത്തിയിട്ട് ഒറ്റയ്ക്ക് ചുറ്റി നടക്കുന്നു, അതും ഏതോ പെണ്ണിനോടൊപ്പം. അവൾക്ക് കരച്ചിൽ വന്നു. അത് കണ്ടുകൊണ്ടാണ് ചായയുമായി ഇന്നിനെ വന്നത്. അവളൊന്ന് പകച്ചു. എന്താ മോളെ? അവളുടെ നിറക്കണ്ണുകൾ നോക്കി ഇന്നിനെ ചോദിച്ചു. ഒന്നുമില്ലമ്മേ. നീ സുദീപിനെ വിളിച്ചോ? ഇല്ല. പിന്നെ? ഞാൻ പോവാണമ്മേ. അവൾ വെളിയിലേക്ക് ധൃതിയിൽ നടന്നു. ഇന്നിനെ പിന്നാലെ ചെന്നു. മോളെ നില്ല്, ഈ ചായ കുടിച്ചിട്ട് പോ. ഞാനൊന്ന് പറയട്ടെ. കരഞ്ഞു വിളിച്ച് നീ സുദീപിന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവരെന്ത് വിചാരിക്കും? പക്ഷെ അമ്മ പറഞ്ഞതൊന്നും കേൾക്കാതെ ജയസുധ ഗേറ്റ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈശ്വര, ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? ഇന്ദിര സ്തബ്ധയായി നിന്നു. ജയസുധ ശ്രീവത്സലത്തിലേക്ക് ചെന്നപ്പോൾ പൂമുഖത്താരും ഉണ്ടായിരുന്നില്ല. മുൻവാതിൽ തുറന്ന് അവൾ അകത്ത് കയറി. മോളെ, നീ പെട്ടെന്നിങ്ങ് പോന്നോ? അവളെ കണ്ട് സൗദാമിനിയമ്മ ചോദിച്ചു. ആർക്ക് മുഖം കൊടുക്കാതെ അവൾ മൂളി. സുദീപ് വിളിച്ചോ മോളെ? ഇല്ലമ്മേ, അവനിന്നിങ്ങ് വരട്ടെ. ഈ തോന്നിയാസം അവസാനിപ്പിക്കുന്നുണ്ട് ഞാൻ, അവർ അരിശത്തോടെ പറഞ്ഞു. ഒന്നും മിണ്ടാതെ ജയസുധ കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. മുറിയിൽ ചെന്ന് അവൾ സുദീപിന്റെ നമ്പറിൽ വിളിച്ചു. ബെല്ലടിച്ചു എന്നല്ലാതെ കോള് കിട്ടിയില്ല. കാറ് നല്ല വേഗത്തിലാണ് ഓടിയത്. ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് സുദീപ് ഇരുന്നു. അവനൊന്നും മിണ്ടിയതേയില്ല. ഈശ മൊബൈൽ എടുത്ത് 2 തവണ ഡോക്ടർ ദർശനയെ വിളിച്ചു. 2 തവണയും ദർശനയെ കിട്ടിയില്ല. പിന്നെയാണ് അവൾ സരോജിനിയമ്മയെ വിളിച്ചത്. ഹലോ. അവർ പെട്ടെന്ന് കോളെടുത്തു. സരോജിനിയമ്മ എവിടെയാണിപ്പോൾ? അവൾ ചോദിച്ചു. ആശുപത്രിയിലാ മോളെ, നമ്മുടെ വാർഡിൽ. കുഞ്ഞിനെങ്ങനെ ഇരിക്കുന്നു? ഇതുവരെ വാർഡിലേക്ക് കൊണ്ടുവന്നില്ല. ആരും ഒന്നും പറഞ്ഞതുമില്ല. എന്റെ കൂടെ സബിത മോളുണ്ട്. സബിതച്ചിക്ക് ഫോൺ കൊടുക്ക്, ഈശ ആവശ്യപ്പെട്ടു. കൊടുക്കാം മോളെ. അവൾ സുദീപിനെ ഒന്ന് നോക്കി. ഒന്നും കേൾക്കാത്ത മട്ടിൽ ഇരുന്നതേയുള്ളൂ അവൻ. ഹലോ ശ്രുതി. പെട്ടെന്ന് സബിതയുടെ സ്വരം വന്നു. ചേച്ചി, കുഞ്ഞിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? രാവിലെ ഞാൻ ദർശനയെ കണ്ടിരുന്നു. ഇന്നലെ രാത്രിയോടെ കുഞ്ഞിന് ഇംപ്രൂവ്മെന്റിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയെന്നാ അവൾ പറഞ്ഞത്. താങ്ക് ഗോഡ്. സീറ്റിലേക്ക് ചാരി ഈശ ഇരുന്നു. സുദീപ് മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കി. ഇനി പേടിക്കാനൊന്നുമില്ല. മെഡിസിൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കണ്ണു തുറന്നു നോക്കി. 2 തവണ കരഞ്ഞു. യൂറിൻ പമ്പ് ചെയ്തു. ശ്രുതി ഇപ്പോൾ എവിടെയാണ്? ഞാൻ കാറിലാണ്. ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. സുദീപ് എന്നെ വിളിക്കാൻ എയർപോർട്ടിലേക്ക് വന്നു. എന്നോട് പറഞ്ഞിട്ടാണ് അവൻ വന്നത്. മണ്ടത്തരമാ ഞാൻ കാണിച്ചത്. ഞാൻ ഡൽഹിക്ക് പോകണ്ടായിരുന്നു. അങ്ങനെ വിചാരിക്കേണ്ട. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ദർശനയും ഡോക്ടർ സുജാതയും സ്പെഷ്യൽ കെയർ കൊടുത്തു. പേടിക്കണ്ട, ഇനി അരുതാത്തതൊന്നും സംഭവിക്കില്ല. സബിത അവളെ ആശ്വസിപ്പിച്ചു. താങ്ക്സ് ചേച്ചി. കോള് കട്ട് ചെയ്തിട്ട് അവൾ കർച്ചീഫ് എടുത്ത് കണ്ണുകൾ തുടച്ചു. എന്താണ്? സുദീപ് ചോദിച്ചു. സബിതേച്ചിയെ കിട്ടി. കുഞ്ഞിന് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന്. നമ്മുടെ കടിഞ്ഞൽ കുഞ്ഞല്ലേ ഈശ അവൾ. ദൈവം ക്രൂരതയൊന്നും കാണിക്കില്ല, അയാൾ പറഞ്ഞു. ഇനി ഞാൻ അവളെ വിട്ട് എങ്ങോട്ടും പോകത്തില്ല. അമ്മയെപ്പോലെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എപ്പോഴും അവിടെ ഒരാളുണ്ടായിരുന്നു. സബിതയെടുത്തി.
ഞാൻ വിചാരിച്ചു സബിതേച്ചിക്ക് എന്നോട്. പാവമാണ് എടുത്തി. നിരാശപ്പെടുത്തിയപ്പോൾ കുറച്ച് ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ അതൊക്കെ മറന്ന് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനായി 2 ദിവസം ലീവെടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുകയാണ്, അവൻ പറഞ്ഞു. സംസാരിച്ചുകൊണ്ടാണ് പിന്നെ സുദീപ് കാർ ഓടിച്ചത്. മനസ്സിന് സമാധാനം കിട്ടിയതുകൊണ്ട് ഇഷയും അതിൽ പങ്കുചേർന്നു. അപ്പോഴാണ് സുദീപിന്റെ മൊബൈലിൽ ഒരു വിളി വന്നത്. ഇടത് കൈകൊണ്ട് അവൻ അതെടുത്തു നോക്കി. ജയസുധയാണ് വിളിച്ചത്. ഹലോ. അവൻ കോൾ എടുത്തു. ഞാൻ നേരത്തെ 2 തവണ വിളിച്ചു. എന്താ ഫോൺ എടുക്കാഞ്ഞത്? ഒട്ടും മയമില്ലാത്ത സ്വരമായിരുന്നു അവളുടേത്. കേട്ടില്ല, ഞാൻ വണ്ടി ഓടിക്കുകയാണ്. പിന്നെ ഇപ്പോ കേട്ടതോ? വഴക്കുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അവൾ എന്ന് സുദീപിന് തോന്നി. ഞാൻ വന്നിട്ട് സംസാരിക്കാം. വരുവാനോ അതോ എങ്ങോട്ടെങ്കിലും പോവാനോ? ഞാൻ എവിടെ പോകാം? അതെങ്ങനെ എനിക്കറിയാം? നീ ഫോൺ വയ്ക്ക്, വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ? മുഷിച്ചിലോടെ സുദീപ് പറഞ്ഞു. ഇഷ തലതിരിച്ച് അവനെ ഒന്ന് നോക്കി. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ, ജയസുധ പറഞ്ഞു. സുദീപ് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. ആരായിരുന്നു? അവന്റെ മുഖഭാവം കണ്ട് ഇഷ ചോദിച്ചു. ജയസുധ. നീ വെറുതെ കുഴപ്പമുണ്ടാക്കും. എന്നെ വിളിക്കാൻ വരേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. ഞാനൊരു ടാക്സി എടുത്ത് വന്നേനെ. ഇഷ അവനെ കുറ്റപ്പെടുത്തി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജയസുധ, അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. പിന്നെ 2 പേരും ആ വിഷയം സംസാരിച്ചില്ല. നീണ്ട യാത്രയ്ക്ക് ശേഷം ഒടുവിൽ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാർ നിന്നു. നിന്റെ ലഗേജ് വണ്ടിയിലിരിക്കട്ടെ, പിന്നെ എടുക്കാം, സുദീപ് പറഞ്ഞു. അത് മതി. അവർ നേരെ വാർഡിലേക്കാണ് ചെന്നത്. സബിതയും സരോജിനിയമ്മയും ഉണ്ടായിരുന്നു അവിടെ. ദർശന ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തോടെ കുഞ്ഞിനെ വാർഡിലേക്ക് മാറ്റാമെന്നാണ് പറഞ്ഞത്. സബിത അറിയിച്ചു. ചേച്ചി. ഇഷ അവളുടെ കയ്യിൽ പിടിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നോ? കാര്യങ്ങളൊക്കെ നടന്നു? എല്ലാം നടന്നു ചേച്ചി. ഞാൻ ഇവിടെ ഇല്ലാത്തത് കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടി അല്ലേ? ഇഷ ചോദിച്ചു. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഒരാവശ്യമുണ്ടാകുമ്പോൾ സഹായത്തിനെത്തുന്നത് നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ടാണ്. ശ്രുതി ഇവിടെ ഇല്ലാതിരുന്നത് ഒരു കണക്കിന് നന്നായി. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചു മരിച്ചേനെ. ഞങ്ങൾ വല്ലാതെ പേടിച്ചുപോയി, സബിത പറഞ്ഞു. നേരാ മോളെ, ഒന്നും വിളിച്ചു പറയരുതെന്ന് സുദീപ് സാർ എന്നെ പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു. അതിന്റെ വിമുട്ടമുണ്ടായിരുന്നു എനിക്കും. എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ ചേച്ചി ഇപ്പോൾ? ഇഷ ചോദിച്ചു. ഞാൻ ദർശന ചേച്ചിയോട് ചോദിച്ചിട്ട് വരാം. സുദീപ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുഞ്ഞിന് പനി വന്നത് മുതലുള്ള കാര്യങ്ങൾ സരോജിനിയമ്മ ഇഷയെ പറഞ്ഞു കേൾപ്പിച്ചു. രാത്രിയിൽ സുദീപിനെ വിളിച്ചതും അവൻ വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതും പിറ്റേന്ന് സബിതയും കൃഷ്ണനുണിയും വന്നതും. അപ്പോൾ വാതിലിൽ ആരോ മുട്ടി. സബിത ചെന്ന് വാതിൽ തുറന്നു. സുദീപായിരുന്നു അത്. ഒരാൾക്ക് കയറാമെന്ന് പറഞ്ഞു. വാ, അവൻ ഇഷയെ വിളിച്ചു. 2 പേരും കൂടിയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് പോയത്. കുഞ്ഞിനെ 1 മിനിറ്റ് നേരം കാണാൻ അവർക്ക് അനുവാദം കിട്ടി. സ്റ്റീൽ തൊട്ടിലായിരുന്നു കുഞ്ഞ്. വെള്ളയുടുപ്പണിഞ്ഞ് ഒരു മാലാക കുഞ്ഞിനെ പോലെ. മോളെ, ഇഷ കുനിഞ്ഞു നിന്ന് വിളിച്ചു. കുഞ്ഞ് ഗാഢ നിദ്രയിലായിരുന്നു. അവളെ ഒന്ന് ഉമ്മ വെക്കണമെന്ന് ഇഷയ്ക്ക് തോന്നി. പക്ഷേ ചെയ്തില്ല. കുഞ്ഞിന് രോഗാണുബാധ ഉണ്ടായാലോ? മോളു. സന്ദീപ് വാത്സല്യത്തോടെ കുഞ്ഞിനെ വിളിച്ചു. പെട്ടെന്ന് അവൾ ഉണർന്നു. കറുത്ത പളങ്കുകോട്ടികൾ പോലെയുള്ള കണ്ണുകൾ കൊണ്ട് ആദ്യം സുദീപിനെയും പിന്നെ ഇഷയെയും നോക്കി. കണ്ടോ ഞാൻ വിളിച്ചപ്പോ? അവൻ പറഞ്ഞു. നിന്നോടാണ് കൂടുതൽ ഇഷ്ടമെന്നല്ലേ? എനിക്കതിൽ സങ്കടമൊന്നുമില്ല. കണ്ണുകളിൽ നനവോടെ ഇഷ പറഞ്ഞു. 2 പേരും ഉടൻ പുറത്തിറങ്ങി. നീ ഇനി വീട്ടിലേക്ക് ചെല്ല്. എന്ത് കള്ളമാ ജയസുധയോട് പറയാൻ പോകുന്നത്? ഇഷ ചോദിച്ചു. കള്ളം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ? മനസ്സിലാകാതെ അവൾ അവനെ നോക്കി. സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. സുദീപ്, അരുത്. അവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ ബലമായി പിടിച്ചു. നിനക്ക് ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല, പോരെ? അവൻ ചോദിച്ചു. ജയസുധയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാവരുത്, അതാണ് പ്രധാനം. സുദീപ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. റിലാക്സ്, നത്തിങ് വിൽ ഹാപ്പൻ. അവളുടെ പിടിവിട്ട് സുദീപ് പോയി. ശ്രീവത്സത്തിന്റെ മുറ്റത്ത് നിന്ന് കാർ നിന്നപ്പോൾ ജയസുധ ഓടിയിറങ്ങി വന്നു. അവൾ കരയുകയായിരുന്നുവെന്ന് മുഖം കണ്ടപ്പോൾ സുദീപിന് മനസ്സിലായി. എവിടെയായിരുന്നു ഇതുവരെ? അവൾ ഗൗരവഭാവത്തിൽ ചോദിച്ചു. ഞാൻ എറണാകുളത്ത്. എയർപോർട്ടിൽ നിന്ന് ഏത് പെണ്ണിനെ കൊണ്ടാണ് സുദീപേട്ടൻ വന്നത്? അവൾ എന്തോ അറിഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ശ്രുതിയായിരുന്നു. ശാന്തമായ സ്വരത്തിൽ സുദീപ് പറഞ്ഞു. വിശ്വസിക്കാനാവാതെ ജയസുധ നിന്നു.